കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മലബാർ സ്നാക്കുമായിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉന്നക്കായ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പല ആൾക്കാരും ഉന്നക്കായ തയ്യാറാക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉന്നക്കായ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഒട്ടും താമസിക്കാണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉന്നക്കായ തയ്യാറാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉന്നക്കായ തയ്യാറാക്കുന്നത്. ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തത്. ഇത് മുഴുവനായിട്ടും പുഴുങ്ങിയിട്ടാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ പുതിയ രീതി അറിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും ഈ ഒരു പുതിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം മുഴുവനായിട്ടും പുഴുങ്ങാതെ നമ്മൾ ഈ പഴം മുറിച്ചതിന് ശേഷമാണ് പുഴുങ്ങുന്നത്. ആദ്യം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഈ പഴത്തിനെ മുറിച്ചിട്ട് കൊടുക്കാം. നീളത്തിൽ മുറിക്കുവാണ് വേണ്ടത്. ഇതേപോലെ 2 പഴവും ഞാൻ അതേപോലെ മുറിക്കാം. പഴം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പഴുത്തതും എടുക്കാൻ പാടില്ല, പിന്നെ തീരെ പഴുക്കാത്തതും എടുക്കാൻ പാടില്ല. ഇങ്ങനെ മുറിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കറുപ്പ് കുത്ത് കണ്ടോ, നമ്മളെ നാട്ടിൽ തലശ്ശേരിയിൽ ഇതിന് പഴത്തിൻ്റെ വയറ് എന്നൊക്കെ പറയും. നിങ്ങളെ നാട്ടിൽ എന്താ പറയാൻ എനിക്കറിയില്ല. അത് നമുക്ക് മാറ്റിയെടുക്കണം. അത് ഇങ്ങനെ കത്തി വെച്ചിട്ട് ചെയ്താൽ മതി. കണ്ടോ, ഇതിൻ്റെ വയറൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാം അങ്ങനെ മാറ്റിയിട്ട് കാണിച്ചു തരാം. പഴമൊക്കെ നന്നായിട്ട് അതിൻ്റെ വയറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ പഴം മുറിച്ചത് വെച്ച് കൊടുക്കാം. പഴം പുഴുങ്ങുന്ന അത്രയൊന്നും സമയം വേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 3 മിനിറ്റൊക്കെ നന്നായിട്ട് ആവി പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. മുഴുവൻ പഴം ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ആവി പോയി തുടങ്ങിയിട്ട് 3 മിനിറ്റ്. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ ആവുന്ന ആ ഒരു പരുവം ആവിരിക്കണം. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണിയാൻ വെക്കാം. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇപ്പോഴും ആവി പോകുന്നുണ്ട്. ഈ ഒരു ചൂടോടെ തന്നെ നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അതിനെ നന്നായിട്ട് മാഷ് ചെയ്യാം. ഫോർക്ക് വെച്ചിട്ടും അതിന് ശേഷം കൈവച്ചിട്ടും ഒക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലുള്ള ഫില്ലിംഗ് തയ്യാറാക്കണം. ഇതവിടെ വെച്ചിട്ട് നമുക്കിനി ഫില്ലിംഗ് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും അതേപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒതൻറ്റിക് റെസിപ്പിയിൽ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒക്കെ ചേർക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഇവിടെ ആർക്കും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഉന്നക്കായയിൽ താല്പര്യമില്ലാത്തത് കാരണം ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇത് 1.5 കപ്പ് ചിരകിയ തേങ്ങയാണ്. അതായത് ഏകദേശം ഒരു 3 പിടി ഉണ്ടാവും, പിടിക്കണക്ക് പറയുകയാണെങ്കിൽ. അത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ഏലക്കായും കൂടി ചേർത്തതാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകും. അത് രസം ഉണ്ടാവില്ല. ഇത് നല്ലൊരു മൂത്ത് വരണം. നമ്മൾ അടക്കൊക്കെ ചെയ്യുന്നില്ലേ, അടേൻ്റെ ഉള്ളിലൊക്കെ ഫില്ലിംഗ് തയ്യാറാക്കുക, ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇപ്പം തന്നെ നല്ലൊരു മണം വരാൻ തുടങ്ങി. ഒരുപാട് സമയമൊന്നും
ഇങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി അടുത്ത പരിപാടി നോക്കാം. ഇനി നമുക്കിത് ഉന്നക്കായ സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങളെ കയ്യിൽ കുറച്ച് ഓയിൽ തടവണം. എന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റൂ. ഞാനിപ്പം കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട്. കയ്യിൽ വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ചെറിയ ഉരുള എടുക്കുക. നന്നായിട്ട് വെന്തിട്ട് ഉടക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് നന്നായി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു ഉരുളയാക്കി, ഒരു ചപ്പാത്തിക്കൊക്കെ ഉള്ള പോലെ ഉരുളയാക്കിയിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്താം. അങ്ങനെ പരത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. പഴം വെച്ചിട്ട് തന്നെ ഫസ്റ്റ് അതിനൊന്ന് കവർ ചെയ്യാം. അതിന് ശേഷം മാത്രം നമുക്ക് ഉരുട്ടിയാൽ മതി. ഫില്ലിങ് കൂടുതലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കാം. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. എല്ലാം ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ട്. ഒരു 2 പഴം വെച്ചിട്ട് എനിക്കൊരു 5 ഉന്നക്കായാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് ഇനി ഇത് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരിക. അപ്പോൾ വെളിച്ചെണ്ണ താല്പര്യം ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് വെക്കണം. എന്നിട്ട് മാത്രമേ ഈ ഉന്നക്കായ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സമയത്ത് 3 എണ്ണം ഇട്ടാൽ മതി. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിനെ കോരി മാറ്റാം. നല്ല ഇതേപോലെ ബ്രൗൺ കളർ ആവണേ. ഇതേപോലെ നമുക്ക് അടുത്ത സെറ്റും ഫ്രൈ ചെയ്തെടുക്കാം. ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു തനി മലബാർ സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.